ഏകദേശം 1000-2000 കിലോ വെയിറ്റുകൾ താങ്ങുന്ന 4-6 വീലുകളുള്ള ഈ വണ്ടിയെ പണ്ട് നമ്മൾ വിളിച്ചിരുന്നത് പൊക്കുതട്ട് വണ്ടി എന്നായിരുന്നു. ഇങ്ങനെയുള്ള ഈ വണ്ടികൾ, അതായത് ട്രക്കുകൾ, ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് യൂറോപ്പിലെ വോൾവോ. ഏകദേശം 45,000 ട്രക്കുകളാണ് ഇവിടെ നിന്നും ഓരോ വർഷവും നിർമ്മിച്ചെടുക്കുന്നത്. ഇതുപോലെയുള്ള ഹെവി പെയിൻറ്റഡ് സ്റ്റീലിൽ നിന്നാണ് ട്രക്കിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ആദ്യമേ ഈ സ്റ്റീലിൽ സ്റ്റിക്കി പേപ്പറുകൾ ഒട്ടിക്കുന്നു. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനി ഈ സ്റ്റീലിൽ ചെയ്യാൻ പോകുന്ന ഓരോ ബോൾട്ട് വർക്കും അത് കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രൊഡക്ഷൻ മാനേജർ ഇതെല്ലാം കൃത്യമായാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നു. ഇങ്ങനെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞാൽ ഈ സ്റ്റീൽ പാർട്ടിനെ നേരെ കൊണ്ടുപോകുന്നത് ബ്രേക്കിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. ബ്രേക്കിങ്ങിൻ്റെ ഓരോ വയറുകളും കൃത്യമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇനി ഇതിനെ നേരെ കൊണ്ടുപോകുന്നത് മറ്റൊരിടത്തേക്കാണ്. ഇവിടെ വെച്ചാണ് വണ്ടിയുടെ ഏകദേശം 750 വരെ ഹോഴ്സ് പവറുള്ള എൻജിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 2000 കിലോ വരെ ഭാരമുള്ള ഈ എൻജിൻ വളരെ ശ്രദ്ധയോടെയും എക്സ്പെർട്സിൻ്റെ സഹായത്തോടെയുമാണ് ട്രക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മുൻപ് ഇൻസ്റ്റാൾ ചെയ്ത ഓരോ കേബിളും ഡാമേജ് ആകാതെ വേണം ഈ എൻജിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് വീൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാർട്ടുകൾ ഫിറ്റ് ചെയ്തെടുക്കുന്നു. ഏകദേശം 10,000 കണക്കിന് വരുന്ന സോളാർ പാനലുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 500 മെഗാവാട്ട് കറണ്ട് ഓരോ വർഷവും ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഒരു ട്രക്കിലേക്ക് വേണ്ട എൻജിൻ, സ്റ്റീൽ ചേസസ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ക്യാബിനാണ്. വോൾവോ എന്ന ഈ കമ്പനിയിലേക്ക് സ്വീഡനിൽ നിന്നാണ് ക്യാബിൻ എത്തിക്കുന്നത്. ഇങ്ങനെ വരുന്ന ക്യാബിലേക്ക് ആദ്യമേ മാറ്റ്, വാൾ പാനൽ, ലൗഡ് സ്പീക്കർ എന്നിവ ഇൻസ്റ്റാൾ ചെയ്യുന്നു. കസ്റ്റമറുടെ ആവശ്യപ്രകാരമുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ബെഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത്രയും കഴിഞ്ഞാൽ ഈ ക്യാബിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വെച്ച് സ്റ്റിയറിംഗ് പാർട്ടും മറ്റ് ഇലക്ട്രിക്കൽ വർക്കും ചെയ്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. എല്ലാം തന്നെ ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ക്യാബിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതും കഴിഞ്ഞാൽ ഇനി വിൻഡ് ഷീൽഡ്, അതായത് ക്യാബിൻ്റെ ഗ്ലാസ് ഇൻസ്റ്റാളിംഗ് ആണ്. ഇത് പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ്റെ സഹായത്തോടെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാബ് ഫുള്ളി അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഇൻസ്പെക്ഷൻ ചെക്കർ വന്ന് ചെക്ക് ചെയ്ത് എല്ലാം കൃത്യമായാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നു. ഇനി ഈ ക്യാബിനെ നേരെ കൊണ്ടുപോകുന്നത് വാട്ടർ പ്രൂഫ് ടെസ്റ്റിന് വേണ്ടിയാണ്. ഏകദേശം 15 മിനിറ്റോളം വാട്ടർ സ്പ്രേ ചെയ്ത ശേഷം ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ അതും വിജയകരമായി പൂർത്തിയാക്കിയാൽ ഈ ക്യാബിനെ സ്റ്റീൽ ചേസസിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അങ്ങനെ ഒരു ട്രക്ക് നിർമ്മാണം 80% പൂർത്തിയായി എന്ന് പറയാം. എന്നാൽ ഇനിയും എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. അതെ, ടയർ. കസ്റ്റമറുടെ ആവശ്യപ്രകാരമുള്ള ടയറുകളാണ് ട്രക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓരോ ടയറിനും ഫിറ്റാകുന്ന റിം കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ സഹായത്തോടെ ഫിറ്റ് ചെയ്തെടുക്കുന്നു. ഇനി ഇവിടെ നിന്നും ഈ ടയറുകളെ മെയിൻ അസംബ്ലി സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ടയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവസാനമായി ഡീസൽ ടാങ്ക് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രക്ക് നിർമ്മാണം പൂർത്തിയായി എന്ന് പറയാം. ഏകദേശം 8 മണിക്കൂർ കൊണ്ടാണ് ഇതുപോലെ സ്റ്റീൽ ചേസസിൽ നിന്ന് ഒരു പൂർണ്ണമായ ട്രക്കിനെ നിർമ്മിച്ചെടുക്കുന്നത്. ഇനി ഈ ട്രക്കിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്ന് മുൻകൂട്ടി തന്ന കസ്റ്റമറുടെ ആവശ്യപ്രകാരമുള്ള കളറും ചേഞ്ചസും ട്രക്കിന് വരുത്തുന്നു. അങ്ങനെ ഇതും കംപ്ലീറ്റ് ആയാൽ ഇനി ടെസ്റ്റിംഗ് ആണ്.
ട്രക്കിൻ്റെ ലൈറ്റ്, ആക്സിലറേഷൻ, ബ്രേക്കിംഗ് പവർ എന്നിവ ആദ്യമേ ചെക്ക് ചെയ്യുന്നു. ട്രക്കിലുള്ള എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യിപ്പിച്ച് വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തിയാൽ ഇനി റോഡ് ടെസ്റ്റാണ്. ഏകദേശം 15 മിനിറ്റ് വരെ ഈ ട്രക്കിനെ റൺ ചെയ്യിപ്പിച്ച് എൻജിൻ സൗണ്ട്, ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവ എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയാൽ ഒരു വോൾവോ F1 കസ്റ്റമറിനെ കൈമാറാൻ റെഡിയായി എന്നർത്ഥം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വോൾവോ FHൻ്റെ ട്രക്ക് നിർമ്മാണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ see you.